നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. ഹരി ഓം. നമ്മളിപ്പോൾ കണ്ടുവരുന്നത് പർവസംഗ്രഹ പർവത്തിലെ വൃത്താന്തങ്ങളാണ്. ഇവിടെ ഓരോ പർവങ്ങളുടെയും സംഗ്രഹങ്ങൾ പറയുന്നു. കുറച്ചു നാളുകളായി നിങ്ങൾക്ക് മുമ്പിൽ മഹാഭാരതത്തിനെ അവതരിപ്പിക്കുവാൻ സാധിക്കുന്നില്ല. അതിനുള്ള സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വീണ്ടും പ്രയത്നിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ പൂർണ്ണ പിന്തുണ എന്നും കൂടെയുണ്ടാകണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ആ സർവേശ്വരൻ ഈ മഹാഭാരതമാകുന്ന അനന്ത സാഗരത്തിനെ മനസ്സിലാക്കുവാൻ നമുക്ക് ശക്തി നൽകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടാമത്തെ പർവമായ സഭാപർവത്തിന്റെ വൃത്താന്തത്തിലേക്ക്, അതിന്റെ സംഗ്രഹത്തിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ പാണ്ഡവരുടെ സഭാ നിർമ്മാണം, കിങ്കര ദർശനം, നാരദൻ പറഞ്ഞുകൊടുത്ത ലോകോപാഖ്യാനം, രാജസൂയ മഹാരംഭം, ജരാസന്ധ നിഗ്രഹം, പിന്നെ ഗിരിവ്രജത്തിൽ ദ്യോതിക്കപ്പെട്ട രാജാക്കളെ കൃഷ്ണൻ മോചിപ്പിക്കുന്നതും, പിന്നെ ദിഗ്വിജയം, ശിശുപാലവധം, രാജസൂയത്തിലെ ആ ഐശ്വര്യം കണ്ട് ദുര്യോധനനുണ്ടായ അമർഷം, സങ്കടം, അവനുണ്ടായ അസൂയ എല്ലാം പറയുന്നു. ഒപ്പം അവൻ വീണപ്പോൾ ഭീമസേനൻ പൊട്ടിച്ചിരിച്ചതും അവനുണ്ടായ ആ അപമാനവും ഇവിടെ വർണ്ണിക്കുന്നു. ശേഷം ദ്യൂതാഗമനവും ശകുനിയുടെ കള്ളച്ചൂതും പിന്നീട് പാണ്ഡവർക്കുണ്ടായ വനാവാസവും മാമുനി ഇവിടെ വിവരിക്കുന്നു. അങ്ങനെ 2551 ശ്ലോകങ്ങളോടെ 78 അധ്യായങ്ങളാണ് ഈ സഭാപർവത്തിൽ മഹാമുനി നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അടുത്തതായി ആരണ്യപർവത്തിലെ വൃത്താന്തമാണ് പറയുന്നത്. ഇവിടെ പാണ്ഡവരുടെ വനവാസപ്രവേശവും ധർമ്മപുത്രനെ പൗരന്മാരെല്ലാം പിന്തുടർന്നതും അദ്ദേഹം ബ്രാഹ്മണരക്ഷയ്ക്ക് വേണ്ടി അന്നവും ഔഷധികളും നേടുവാൻ അർക്കനെ സേവിച്ചതും പിന്നീട് വിതുരനെ ധൃതരാഷ്ട്രർ ഉപേക്ഷിച്ചതും അദ്ദേഹം പാണ്ഡവ സമക്ഷം ചെന്നതും കർണന്റെ പ്രോത്സാഹനത്താൽ ദുര്യോധനൻ പാണ്ഡവരെ വനത്തിൽ കൊല്ലുവാൻ പദ്ധതിയിട്ടതും ഇതറിഞ്ഞ വ്യാസൻ അവരുടെ സമക്ഷം ചെന്നതും സുരഭ്യാഖ്യാനവും പിന്നെ മൈത്രേയൻ വന്നതും രാജാനുശാസനം പറഞ്ഞതും മഹാമുനി ദുര്യോധനനെ ശപിച്ചതും കിർമീരനെ ഭീമൻ രണത്തിൽ വധിച്ചതും പാഞ്ചാല വീരന്മാർ പാണ്ഡവ സമക്ഷം ചെന്നതും കള്ളച്ചൂതിൽ ശകുനി പാണ്ഡവരെ പരാജയപ്പെടുത്തിയറിഞ്ഞ കൃഷ്ണന്റെ കോപവും ജിഷ്ണുവിന്റെ സാന്ത്വനവും. കൃഷ്ണനോട് വേവലാതി പറഞ്ഞപ്പോൾ ആർത്തയായ അവളെ കൃഷ്ണൻ സമാശ്വസിപ്പിച്ചതുമെല്ലാം ഇവിടെ പറയുന്നു. ശേഷം കൃഷ്ണൻ അവൾക്ക് സൗഭവതാഖ്യാനം പറഞ്ഞു കൊടുത്തതും സുഭദ്രയെ പുത്രനോടുകൂടി ദ്വാരകയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതും പാഞ്ചാല്യം കൂട്ടിക്കൊണ്ടുപോയതും പിന്നെ പാണ്ഡുനന്ദനന്മാർ ദ്വൈതവനത്തിലേക്ക് പോയതും ധർമ്മപുത്രനും ദ്രൗപദിയും തമ്മിൽ സംവാദമുണ്ടായതും അങ്ങനെ അദ്ദേഹവും ഭീമനും തമ്മിൽ സംവാദമുണ്ടായതും പാണ്ഡുപുത്രന്റെ സമീപത്തിൽ വ്യാസൻ ചെന്നതും മുനിശ്രേഷ്ഠൻ മന്ത്രവിദ്യ കൊടുത്തതും മുനീന്ദ്രൻ പോയതിനു ശേഷം കാമാഖ്യത്തിൽ പാണ്ഡവന്മാർ ചെന്നതും അസ്ത്രവിദ്യയ്ക്ക് വേണ്ടി ഗൗരീശനായ കിരാതമൂർത്തിയുമായി അർജുനൻ പോരടിച്ചതും ലോകപാലകന്മാരെ കണ്ടതും വസ്ത്രങ്ങളെല്ലാം ലഭിച്ചതും വസ്ത്രത്തിന് ഇന്ദ്രലോകത്തിൽ പാർത്ഥൻ പോയതും അതുകേട്ട് ധൃതരാഷ്ട്രന് അധികം ചിന്തയുണ്ടായതും ബൃഹദശ്വമുനിയായ മഹാനെ കണ്ടതും യുധിഷ്ഠിരൻ വ്യസനമോർത്തധികം വിളവിച്ചതും കരുണാകരനായ നളോപാഖ്യാനം പറഞ്ഞതും അതിൽ ഭൈമീനളന്മാരുടെ സ്ഥിതിയും കഥയും ആ മട്ടിൽ അക്ഷഹൃദയം ആ മുനീന്ദ്രൻ നൽകിയതും ലോമശൻ വാനിൽ നിന്ന് രാജാവിനടുത്തു വന്നതും വനവാസികളായ പാണ്ഡുപുത്രന്മാരോട് സ്വർഗത്തിൽ അർജുനനൻ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞതും പാർത്ഥ സന്ദേശത്താൽ തീർത്ഥയാത്ര തുടർന്നതും തീർത്ഥങ്ങളുടെ പുണ്യഫലം സിദ്ധിച്ചതും പുലസ്തി തീർത്ഥയാത്ര നാരദനൊത്തതും ആ പുണ്യസ്ഥലത്തിൽ പാണ്ഡുപുത്രന്മാർ തീർത്ഥയാത്ര കഴിച്ചതും കർണൻ ഇന്ദ്രനു വേണ്ടി കുണ്ടലങ്ങൾ കൊടുത്തതും ഗയന്റെ യജ്ഞൈശ്വര്യങ്ങൾ ചൊല്ലിയതും അഗസ്ത്യോപ്യാഖ്യാനത്തിൽ വാതാപിയെ ഭക്ഷിച്ചതും ലോപാമുദ്രയെ അപത്യത്തിനു വേണ്ടി പ്രാപിച്ചതും കൗമാര ബ്രഹ്മചര്യമുള്ള ഋഷ്യശൃംഗന്റെ കഥ പറഞ്ഞതും മഹത്വമേറിയ
പരശുരാമന്റെ കഥയും കാർത്തികവീരന്റെ വധവും പ്രഭാസത്തിൽ പാണ്ഡവരുമായി വൃഷ്ണിവംശജന്മാർ പോയതും സുകന്യാഖ്യാനവും മാന്ധാതാവിന്റെ ചരിത്രവും ജന്തുവിന്റെ ഉപാഖ്യാനവും സോമകൻ പുത്രനെ തീയിൽ ഹോമിച്ചത് ശതപുത്രത്വം നേടിയതും പിന്നെ ശേനകപോതീയനെന്ന ആഖ്യാനവും അഷ്ടാവക്രീയവും ബന്ദിവാദത്തിൽ തോറ്റതും ആഴിയിൽ നിന്ന് അച്ഛനെ മുനി വീണ്ടെടുത്തതും യവക്രീതോപാഖ്യാനവും ദൈത്യോപാഖ്യാനവും ഗന്ധമാദനയാമവും ഭീമൻ ഹനുമാനെ കണ്ടുമുട്ടുന്നതും പിന്നെ സൗഗന്ധത്തിന് പോയ ഭീമൻ പൊയ്ക ഒട്ടാകെ ഉലച്ചതും മണിമാൻ മുതലായ യക്ഷരാക്ഷസന്മാരോടുകൂടി പോരടിച്ചതും വൃക്ഷപർവ രാജർഷീന്ദ്രന്റെ പാർശ്വത്തിൽ പാണ്ഡവന്മാർ ചെന്നതും ആർഷ്ഠിഷോണാശ്രമത്തിൽ ചെന്നതും പാഞ്ചാലി ഭീമനെ പ്രോത്സാഹിപ്പിച്ചതും പിന്നെ കൈലാസപർവ്വതം കയറിയതും പാണ്ഡവന്മാർ വൈശ്രവണനെ കണ്ടതും അവിടെ വെച്ച് ഭാൽഗുനൻ ഭാതൃജനത്തോടുകൂടി ചേർന്നതും ദിവ്യാസ്ത്രം തന്ന ശക്രനു വേണ്ടി ഹിരണ്യപുരി പ്രാപിച്ച നിവാതകവചന്മാരുമായി യുദ്ധവും കാലകേയ ദൈത്യന്മാരുമായി യുദ്ധവും അവരുടെ വധവും മറ്റും പാർത്ഥൻ ധർമ്മജനോട് അറിയിച്ചതും ധർമ്മരാജന് ദിവ്യാസ്ത്രം കാട്ടാൻ പാർത്ഥൻ മുതിർന്നതും നാരദൻ ഉടനെ ചെന്ന പാർത്ഥനെ തടഞ്ഞതും ഗന്ധമാദന പർവ്വതം വിട്ട് അവരെ താഴോട്ടു പോകുന്നതിനും ഭീമനെ പെരുമ്പാമ്പ് വിഴുങ്ങിയതും ചോദ്യങ്ങൾക്കുത്തരം പറഞ്ഞ ധർമ്മരാജാവ് വിടുവിച്ചതും പിന്നെയും ആ മഹാത്മാക്കൾ കാമാഖ്യത്തിലേക്ക് പോയതും കൃഷ്ണൻ അവരെ കാണുവാനെത്തിയതും മാർക്കണ്ഡേയ ഉപാഖ്യാനങ്ങൾ പറഞ്ഞുകൊടുത്തതും വൈന്യ ഋതുചരിത്രം പറഞ്ഞതും മത്സ്യോപാഖ്യാനവും പറഞ്ഞുകൊടുത്തതും ഐന്ദ്രദ്യുമ്നോപാഖ്യാനവും ബിന്ദുമാരം പതിവ്രതാഖ്യാനം ഗിരിസഖ്യം ദ്രൗപദി സത്യഭാമാ സംവാദം പിന്നെ ദ്വൈതവനത്തിലേക്കു തന്നെ പാണ്ഡവർ പോയതും ഘോഷയാത്രയും ദുര്യോധന ഗന്ധർവ ബന്ധനവും അവനെ കൊണ്ടുപോകുമ്പോൾ അർജുനൻ വിടുവിച്ചതും അവിടെ ധർമ്മജൻ കണ്ട മൃഗസ്വപ്നം നിമിത്തം വീണ്ടും കാമാഖ്യത്തിൽ പാണ്ഡുനന്ദനന്മാർ പ്രവേശിച്ചതും വ്രേണിദ്രൗഹികാഖ്യാനം വിസ്തരിച്ചതും ദുർവാസാവിന്റെ ദിവ്യോപാഖ്യാനവും ജയദ്രഥൻ ദ്രൗപദിയെ ആശ്രമത്തിൽ വന്ന് അപഹരിച്ചതും പിന്നെ ഭീമൻ അവനെ പിന്തുടർന്നതും അവനെ പിടിച്ച ഭീമൻ പഞ്ചശിഖനാക്കി വിട്ടതും രാമായണോപാഖ്യാനം സാമാന്യം വിസ്തരിച്ച് മഹാമുനി പറഞ്ഞതും രാവണനെ സീതാപതി വധിച്ചതും പിന്നെ സാവിത്രിപാഖ്യാനം കഥ പറഞ്ഞതും കർണൻ ഇന്ദ്രന് വേണ്ടി കുണ്ടലം കൈവിട്ടതും ഇന്ദ്രൻ ഒരാളെ കൊല്ലുന്നതിനു വേണ്ടി വേൽ കൊടുത്തതും പുത്രനുമായി നന്മ പറഞ്ഞതും വരം വാങ്ങി പാണ്ഡവന്മാർ പടിഞ്ഞാട്ടു പോയതുമാണ് ആരണ്യകത്തിലുള്ളത് 269 അധ്യായങ്ങളിലായി 10664 ശ്ലോകങ്ങളാണ് മഹാമുനി ഇവിടെ രചിച്ചത്. അടുത്തതായി 4ാമത്തെ പർവമായ വിരാടപർവ സംഗ്രഹമാണ്. ഇവിടെ അർജുനൻ തന്റെ ആയുധങ്ങളെല്ലാം ചുടുകാട്ടിൽ ശമീവൃക്ഷ കോടാരത്തിൽ സൂക്ഷിക്കുന്നു. നഗരത്തിൽ ഒളിവിന് താമസിക്കുന്നു. സുയോധനൻ തന്റെ ചാരന്മാരെ പാണ്ഡവരെ കണ്ടുപിടിക്കുവാൻ വേണ്ടി അയക്കുന്നു. എന്നാൽ ആ ദൗത്യത്തിൽ അവർ പരാജയപ്പെടുന്നു. ശേഷം ത്രികർത്തന്മാർ വിരാടന്റെ ഗോഗ്രഹണം ചെയ്യുന്നതും വിരാടൻ അവരുമായി ഏറ്റുമുട്ടുന്നതും എന്നാൽ അവനെ അവർ ബന്ധിക്കുന്നതും ഭീമൻ വിടുവിക്കുന്നതും കുരുക്കൾ ഗോധനം ഹരിക്കുന്നതും പാണ്ഡവന്മാർ ഗോധനം വീണ്ടെടുക്കുന്നതും പാർത്ഥൻ എല്ലാവരെയും ജയിക്കുന്നതും ഗോധനം കൊണ്ടുപോകുന്നതും ഉത്തരാ സ്വയംവരവുമെല്ലാം 2050 ശ്ലോകങ്ങൾ കൊണ്ട് 67 അധ്യായങ്ങളാൽ മഹാമുനി ഇവിടെ വിസ്തരിച്ചു. ഇനി വരുന്ന ഉദ്യോഗാദി പർവങ്ങളെല്ലാം നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. കൃഷ്ണാർപ്പണമസ്തു.